ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഞാൻ മൂച്ചിൻ്റെ ചോട്ടിൽ ചാടിയിട്ടുള്ള മാങ്ങകളൊക്കെ ഒന്ന് എടുത്തുവിടുന്നതാണ്. അപ്പോൾ മാങ്ങയൊക്കെ കഴിയാറായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഐസ്ക്രീമും റെഡിയാക്കാം, പിന്നെ രാത്രിയിൽ മാംഗോ മസ്താനും റെഡിയാക്കാമെന്ന്. അപ്പോൾ അതിനുള്ള മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. പിന്നെ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും കമൻറ്റായിട്ടും അറിയിക്കുക. പിന്നെ എന്നാലുള്ളൂ തുടർന്ന് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടാനൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മാംഗോസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എപ്പോഴും മാംഗോ ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ടും അതുപോലെ കട്ട് ചെയ്തിട്ടൊക്കെ തന്നെ കഴിക്കലാണ്. കുറച്ച് മുന്നേ മാംഗോ ഫലൂദ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ മാംഗോ പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീസണിൽ ഞാൻ സ്പെഷ്യലായിട്ട് മാംഗോ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 2 ഐറ്റം അതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3 മാങ്ങ വലുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ സ്റ്റിഫായിട്ട് വേണ്ടത്, ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ടാണ് കേട്ടോ ഐസ്ക്രീമിന് വേണ്ടത്. ഇനി ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മാംഗോൻ്റെ പ്യൂരി ഒന്ന് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടയ്ക്ക് ഐസ്ക്രീമിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ പീസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എത്രയാണോ വേണ്ടത് അത്ര ഇടാം കേട്ടോ. ഇനി ഇത് സെറ്റ് ചെയ്യണ ട്രേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷിനും വേണ്ടിയിട്ട് കുറച്ച് മാംഗോ പീസസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഐസ്ക്രീം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും അതിൽ എടുത്തിട്ടില്ല കേട്ടോ. ഒരു 6 മണിക്കൂർ എന്തായാലും ഫ്രീസ് ചെയ്യണം. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം എടുത്തപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീമിലേറെ ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ അവരൊക്കെ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു മാംഗോ പീസസൊക്കെ കടിക്കാനൊക്കെ കിട്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് അങ്ങനെ ഫ്രീസർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞേക്കുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അങ്ങനെ പിന്നെ മഗ്‌രിബും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ മഗ്‌രിബ് നമസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇന്നിപ്പോൾ ഉച്ചക്ക് തേങ്ങ അരച്ചിട്ടുള്ള അയിലക്കറി ഉണ്ടായിരുന്നു, അതും പിന്നെ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇന്ന് ദോശയാണ് കേട്ടോ. മീൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ അധികം എന്തായാലും ദോശ ഓട്ടട അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ ഉണ്ടാക്കുക. മക്കളൊക്കെ ചോറ് കഴിക്കും, ഞാനും ഹസ്ബൻഡും മാത്രമാണ് കേട്ടോ കടി കഴിക്കുക. അങ്ങനെ മീൻ പൊരിക്കാൻ വെച്ചെടുത്തിട്ട് ഈ കിച്ചണിലുള്ള ഈ പ്ലാന്റ് ഒന്ന് വാട്ടർ മാറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്തായാലും കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പ്ലാന്റിൻ്റെ മുകളിൽ അങ്ങനെ അതിൻ്റെ ഒരു ആവിയും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ നല്ലോണം കഴുകി ഫ്രഷ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഇതിൻ്റെ മുകളിൽ ക്രോഷേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. എനിക്കും വേണ്ടിയിട്ട് കിച്ചണിക്ക് ഒരു കവർ ഹോൾഡർ, നമ്മൾ ചെറിയ കീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതോള് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അതവിടെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാംഗോ മസ്താനി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വൈകുന്നേരം ഇതുപോലെ കുറച്ച് മാംഗോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടും. പിന്നെ വാനില ഐസ്ക്രീമാണ് കേട്ടോ അതിന് വേണ്ടത്. അപ്പോൾ ഞാൻ വലിയ പീസായിട്ടുള്ള മാംഗോസ് ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഒന്നിങ്ങനെ കട്ടായിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ.
ആവശ്യത്തിനുള്ള പാലും പിന്നെ മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മധുരം, ഞാൻ കുറച്ച് മധുരമാണ് ഐസ്ക്രീം ആഡ് ചെയ്യണോണ്ട് ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ ഒരു 3 വലിയ സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമും നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാതും കൂടി നല്ലോണം ഒന്ന് അടിച്ചു കൊണ്ടുവരിക. പിന്നെ ഇത് സെർവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ കുറച്ച് ഈ ഒരു മാംഗോൻ്റെ ജ്യൂസ്, പിന്നെ കുറച്ച് മാംഗോ പീസസ്, നട്ട്സ്, പിന്നെ ഐസ്ക്രീം അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ചെയ്യണില്ല. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ജ്യൂസും മാംഗോ പീസസും മാത്രമാണ് ഇടണുള്ളൂ. മുകളിലായിട്ട് കുറച്ച് മാംഗോ പീസസും ഐസ്ക്രീമും ഒക്കെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാംഗോ സീസണിൽ എന്തായാലും റെഡിയാക്കി എടുക്കേണ്ട 2 ഐറ്റമാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചത്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് എന്തായാലും 250, 300 ആ ഒരു റേഞ്ചിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വെറുതെ കിട്ടുന്ന മാംഗോ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.